ആചാരം കൽപ്പിക്കുന്ന നിങ്ങൾ നോക്ക് 6 വയസ്സ് മുതൽ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തിനാ നമ്മുടെ പെൺകുട്ടികൾക്ക് മൊബൈല്? എന്തിനാ നമ്മുടെ ആൺകുട്ടികൾക്ക് മൊബൈല്? ആലോചിച്ചിട്ടുണ്ടോ? അവർ ജില്ലാ കളക്ടർമാരാണോ? ആണോ? അവർ MLA മാരാണോ? വകുപ്പ് മന്ത്രിമാരാണോ? ആരോഗ്യമന്ത്രിയാണോ? ആണോ? അല്ല. എന്തിനാ അവർക്ക് ഫോണ്? ഞാൻ കണ്ടിട്ടുണ്ട് എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്റർസിറ്റിയിൽ കയറിയാൽ കണ്ണൂരെത്തുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയെ പിതാവിന്റെ കൂടെ പള്ളിയിൽ പോകുന്നത് നമുക്ക് ഹറാമാണ്. പക്ഷെ ഒരു പിതാവില്ലാതെ, അനുജനില്ലാതെ, ജ്യേഷ്ഠനില്ലാതെ, കുടുംബക്കാരില്ലാതെ ഒറ്റക്ക് കോളേജിൽ പഠിക്കാനെന്ന കാരണവും പറഞ്ഞ് പെൺകുട്ടികൾ കൂടിക്കൊടിയുന്നത് എവിടെയാണെന്നറിയുമോ? ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മക്കളെ ചേർക്കുമ്പോ നശിപ്പിക്കുന്നത് സ്വന്തം മകളുടെ ചാരിത്രമാണെന്ന വസ്തുത നിങ്ങൾക്കറിയാമോ? ജീവിതത്തിൽ പരപുരുഷ ബന്ധമില്ലാത്തൊരു തലമുറയുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു മുസ്ലിം സുഹൃത്ത്, എന്റെ പ്രിയപ്പെട്ട സന്തോഷ്, എന്നെ ഫോൺ ചെയ്തു. ഇതാ എന്റെ ഒരു സുഹൃത്ത് ഒരു മുസ്ലിം കുടുംബത്തിൽ, അവിടുത്തെ അവന്റെ ഭാര്യ മറ്റൊരു മുസ്ലിം പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വന്തം ഭർത്താവിന് കാണേണ്ടി വന്നു. ഇല്ലേ? ആലോചിച്ചു നോക്ക്. രാവും പകലും ഒരു ഭർത്താവിന്റെ ജീവിതം എന്താണെന്ന് ഭാര്യമാർക്കറിയുമോ? ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെ, ഗൾഫുകാരായ നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി ഇത് പച്ച മലയാളത്തിൽ വിളിച്ചു പറയുന്നത് നാളെ മഹ്ശറയുണ്ട്. കാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹു കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞ ചരിത്രത്തെ കാത്തു സൂക്ഷിക്കാത്തവർ, മനസ്സ് മറ്റു പുരുഷനുമായി പങ്കുവെക്കുന്നവർ, ശരീരം പങ്കുവെക്കുന്നവർ, ഭർത്താവ് മരുഭൂമിയിൽ കെട്ടപ്പെട്ട് ധ്വാനിച്ച് കണ്ണുനീർ വാർത്ത് അറബികളുടെ ചീത്ത കേട്ട് ആട്ടും തുട്ടും എച്ചിലും ഏറ്റുവാങ്ങി ഡ്രാഫ്റ്റായി അയക്കുന്ന പണുണ്ടല്ലോ, ആ കവും വേർപ്പും, അതാണ് നിങ്ങൾ സുഖിച്ച് സാരി ഉടുത്ത് മാറും കാണിച്ച് അന്യപുരുഷന്റെ കൂടെ നിങ്ങൾ പങ്കിടുന്ന നിങ്ങളുടെ ജീവിതം എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നിങ്ങളെ പ്രതീക്ഷിച്ചും നിങ്ങളെ കാത്തും നിങ്ങളെ വിശ്വസിച്ചും നിങ്ങളെ ചതിക്കാതെ വീടിന്റെ അന്തപുരങ്ങളിൽ കഴിയുന്ന ഭാര്യമാരെ കുറിച്ച് ഭർത്താക്കന്മാരെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് കേവലം ഒരു പ്രസംഗമായിട്ടല്ല ഞാൻ പറയുന്നത്. ജീവൽ ഗന്ധിയായ മനുഷ്യന്റെ മനസ്സിൽ സ്വാധീനിക്കേണ്ട ഒന്ന്. നമ്മുടെ പെൺകുട്ടികളൊക്കെ എന്താകും? അവരെങ്ങനെ വളർന്നു വരും? ആദിയാണ്. എനിക്കൊക്കെ ആദിയാണ്. എനിക്ക് 3 പെൺകുട്ടികളാ. ഞാൻ എന്റെ മടിയിലിരുത്തി ഓരോ മക്കളോടും കുഞ്ഞുനാളിലെ ഇപ്പോ ഈ 2 വയസ്സിൽ ചോദിക്കുന്ന ഒരുപാട് ചോദ്യമുണ്ട്. ഞാൻ ഇസസിൽ അത് പങ്കുവെക്കുന്നില്ല. നാളെ എന്തായി തീരും? വിവാഹം ഡേറ്റ് ഫിക്സ് ചെയ്ത് കല്യാണ പന്തല് കെട്ടി തലേന്ന് മകൾ ഏതെങ്കിലും ഒന്നിനും കൊള്ളരുതാത്തൊരുത്തന്റെ കൂടെ ഓടിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമില്ലാതിരിക്കുമോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം 3-4 ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ മെമ്പറിൽ ഖുതുബ നടത്തി ഇറങ്ങിയപ്പോ ഒരു പിതാവ് എന്റെ അടുത്തേക്ക് വന്നു. ഗദ്ഗതകണ്ഠനായി സങ്കടത്തോടെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ചിലത് സംസാരിക്കണമെന്ന് തോന്നി. എന്റെ മകൾ പൂഞ്ഞാറിൽ എവിടെ 5 കൊല്ലമായി എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഏതോ പത്തനംതിട്ടയിലെ അല്ല കരുനാഗപ്പള്ളിയിലെ ഒരു ക്രിസ്ത്യൻ പയ്യനുമായി അവൾക്ക് പ്രേമത്തിലാണ്. എത്ര നല്ല പ്രപ്പോസലുകൾ ഞാൻ കൊണ്ടുവന്നു. എന്നെ അവൾ അനുസരിക്കുന്നില്ല, എന്റെ ഭാര്യയെ അവൾ അനുസരിക്കുന്നില്ല, കുടുംബക്കാരെയും അവൾ അനുസരിക്കുന്നില്ല. അവൾ രജിസ്റ്റേർഡ് വിവാഹത്തിന് അവൾ അപേക്ഷ കൊടുത്തിരിക്കുന്നു, നിങ്ങളൊന്ന് വരണം. ഞാൻ പോയി ആ കുട്ടിയെ ഞാൻ വിളിച്ചിരുത്തി. വളരെ ചെറിയൊരു, ഞാൻ ചോദിച്ചു, മോളെ നീ എത്ര കാലമായി ഇവനുമായി പ്രേമം തുടങ്ങിയിട്ട്? 5 കൊല്ലമായി. ശരി, നിനക്ക് പിരിയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? 5 കൊല്ലത്തെ വാഗ്ദാനം, 5 കൊല്ലത്തെ സ്നേഹം, അത് പിരിയാൻ ഇവർ പറയുമ്പോ ടെൻഷൻ ഉണ്ടല്ലേ? ഓർക്കാൻ കഴിയുന്നില്ലല്ലേ? ശരി, 5 കൊല്ലം സ്നേഹിച്ചു എന്നതാണോ നിന്നെ പിരിയാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം? എല്ലാരും ശ്രദ്ധിക്കണം. ഇനി പറയുന്ന വാചകങ്ങൾ എല്ലാരും ശ്രദ്ധിക്കണം. 5 കൊല്ലം നീ അവനെ സ്നേഹിച്ചു എന്നതാണോ അവനെ പിരിയാതിരിക്കാൻ, അല്ലെങ്കിൽ അവനെ പിരിയാൻ ഇവർ പറയുമ്പോൾ നിനക്ക് പറ്റാതെ പോയത്? അവൾ പറഞ്ഞു, അതെ. ശരി, നിനക്ക് എത്ര വയസ്സായി മോളെ എന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു. 22 വയസ്സായി. ശരി, 22 കൊല്ലം മോളെ നിന്നെ നൊന്ത് പ്രസവിച്ച് പോറ്റിയ നിന്റെ ഉമ്മാനോടുള്ള നിന്റെ സ്നേഹത്തിന്റെ വില എന്താ? 5 കൊല്ലത്തെ സ്നേഹം നിനക്ക് പിരിയാൻ കഴിയുന്നില്ല. 22 കൊല്ലത്തിന്റെ സ്നേഹം മോളെ നീ എങ്ങനെയാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിന്റെ സ്നേഹം കാപട്യമാണ്. 22 കൊല്ലത്തിന്റെ സ്നേഹത്തെ പിരിയാൻ കഴിയുന്ന നീ 5 കൊല്ലത്തിന്റെ സ്നേഹം ഇവനെ വിട്ട് മറ്റൊരുത്തന്റെ കൂടെ പോകില്ലെന്ന് എന്താ ഉറപ്പ്? 22 കൊല്ലം നിന്നെ തീറ്റിപ്പോറ്റിയാളാക്കി, നീ ഇട്ടിരിക്കുന്ന ഡ്രസ്, നീ ഇവിടെ താമസിച്ച ശമ്പളം, ഫീസ്, നിന്നെ പോറ്റിയത്, നിന്നെ വളർത്തിയത്, നിന്നെ പിരിഞ്ഞ് കണ്ണുനീർ വാർത്തത്, അതൊക്കെ മറക്കാൻ നിനക്ക് സാധിക്കുമോ? 22 കൊല്ലത്തിന്റെ സ്നേഹത്തിന് ഒരു വിലയുമില്ലേ മോളെ? അവളുടെ ജീവിതത്തിൽ ഒരിക്കലും അവൾ കേൾക്കാത്ത ചോദ്യം. അതുകൊണ്ട് ആ കുട്ടിയെ തിരിച്ചു കിട്ടി. അൽഹംദുലില്ലാഹ്, മെനയാന്നുമുണ്ട് അദ്ദേഹം എന്റെ മെമ്പറിന്റെ ചോട്ടിൽ ആ കുട്ടിയുമുണ്ട്. എത്ര കുടുംബത്തെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും? എത്ര കുടുംബത്തെ നമുക്ക് നന്നാക്കാൻ കഴിയും? ഇടവകയിലൂടെ ക്രിസ്തീയ പാതിരിമാർ ഓരോ വീട്ടിലും കയറിയിറങ്ങും. കുടുംബത്തിന്റെ ക്ഷേമാഐശ്വര്യങ്ങൾ അന്വേഷിക്കും. ഇന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർക്ക് അതില്ല. അവർ വീട്ടിൽ പോകാറുണ്ട് പല കാരണങ്ങളാൽ. ഒന്ന്, അവിടുത്തെ മൃഷ്ടാന്ന ഭോജനം തട്ടാൻ, അവിടുത്തെ ആഘോഷത്തിൽ പങ്കുപറ്റാൻ.
അതല്ലാതെ മുസ്ലിം പുരോഹിതന്മാർക്ക് ഈ നാട്ടിൽ എന്താ പണി? അൽ ഉലമാഉഹു ശർറു മൻ തഹ്ത അദീമിസ് സമാ. ആകാശത്തിന്റെ ചുവട്ടിൽ നിന്ന് കിട്ട ജന്തുക്കളായി മുസ്ലിം പണ്ഡിതന്മാർ മാറുന്ന ഒരു കാലം. ഈ സമൂഹം എങ്ങോട്ട് പോയാൽ എന്താ? സ്ത്രീധന മരണങ്ങൾ നടന്നാൽ എന്താ? കയറുകെട്ടി തൂങ്ങി മരിച്ചാൽ എന്താ? സ്വവർഗരതിക്ക് വിധേയമാക്കി കൊല്ലപ്പെട്ടാൽ എന്താ? ഇവിടെ എന്തുമായാൽ എന്താ? അതിന്റെ പറുദീസയായി മാറുന്ന പല സ്ഥലങ്ങളും അല്ലേ? ആരെ നന്നാക്കും ഈ സമുദായത്തെ? അതുകൊണ്ട് തന്നെ ചിന്തിക്കണം. അധ്യായം 25-ാമത്തെ വചന. നിങ്ങൾ ഫിത്നയെ സൂക്ഷിക്കണം, കുഴപ്പങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, ഫസാദുകളെ നിങ്ങൾ സൂക്ഷിക്കണം. അത് നല്ലവരെയും ചീത്ത ആളുകളെയും വേർതിരിക്കില്ല, രണ്ടുപേരെയും ഒന്നിച്ചാണ് കൊണ്ടുപോവുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കപ്പൽ പോലെയാണ് മനുഷ്യ സമൂഹം എന്ന് ഉദാഹരിച്ചുകൊണ്ട് ഈ കാര്യം പ്രവാചക തിരുമേനി പറഞ്ഞു. മേലെ വെള്ളമെടുക്കാൻ പോകണം താഴെയുള്ള ആളുകൾക്ക്, മേലെ വെള്ളമെടുക്കാൻ പോകണം. അനുമതി തവണ ആവർത്തിച്ചപ്പോ അവർക്ക് തോന്നി കടലിലൂടെയല്ലേ നമ്മൾ സഞ്ചരിക്കുന്നത്, കപ്പലിനൊരു ദ്വാരമുണ്ടാക്കാം. മേലെയുള്ള ആളുകളും താഴെയുള്ള മറ്റുള്ളവരും ഈ ദ്വാരം